ബഹുമാനമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക ഇസ്ലാമിലെ പരമപ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. അതിനെതിരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അതിന് എമ്പാടും തെളിവുകളുണ്ട് എന്ന് പറയുന്ന വിഭാഗം. അവർ നിരത്തുന്ന ആയത്തുകളെയും ഹദീസുകളെയും അതിനവർ നൽകുന്ന ദുർവ്യാഖ്യാനങ്ങളും അവർക്കുള്ള മറുപടിയുമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രാധാന്യത്തോടുകൂടി അവർ ഉദ്ധരിക്കാറുള്ള അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന അത്തഹിയ്യാത്തിലെ പരാമർശത്തെ സംബന്ധിച്ചായിരുന്നു അവസാനമായി നമ്മൾ സൂചിപ്പിച്ചത്. ഇതുപോലെ ഇവർ ഉദ്ധരിക്കാറുള്ള വേറെയും ചില ദുർബലമായ വാദങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നിട്ടുള്ള ചില ഹദീസുകളെ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി വെട്ടിമുറിക്കുകയും എന്നിട്ട് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവരിൽ കണ്ടുവരുന്നത്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിന്റെ 346 പേജിൽ പറയുന്നു. മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്, നമുക്കറിയാം. തൗഹീദിനല്ല, പ്രവാചകന്മാര് പഠിപ്പിച്ച തൗഹീദിനെതിരെയാണ് ആ ഗ്രന്ഥം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ധാരാളക്കണക്കിന് നൂറുകണക്കിന് പേജുകൾ എഴുതിവിട്ട പുസ്തകമാണ്. അതിൽ പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ അടിമയെ പ്രഹരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അടിമ അല്ലാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയുകയും വീണ്ടും അടി തുടർന്നപ്പോൾ അഊദു ബി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയുകയും ഉടനെ ഇബ്നു മസ്ഊദ് അടി നിർത്തുകയും ചെയ്ത സംഭവം ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം ശിർക്കാണെന്ന് ഒരിക്കലും പറയുകയുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ശിർക്കല്ല. ഇതാണ് ആ പുസ്തകത്തിൽ കൊടുത്ത ഒരു ചരിത്ര സംഭവം. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നാണ് പുസ്തകക്കാരൻ അയാളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് തന്നെ തെറ്റാണ്. ഹദീസ് പരിശോധിച്ച് നോക്കിയാൽ ഈ സംഭവവുമായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബിക്കല്ല ബന്ധമുള്ളത്. അദ്ദേഹം തെറ്റിദ്ധരിച്ചതായിരിക്കും. അബൂ മസ്ഊദ് എന്നാണ് ഹദീസിൽ കാണുന്നത്. അബൂ മസ്ഊദും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും ആള് തന്നെ രണ്ടാണ്. ഏതോ ആകട്ടെ, അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ കീഴിലുള്ള ഒരു വേലക്കാരനായ അടിമയെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോ, ശക്തമായി ഇയാൾക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോ വേദന കൊണ്ട് ഇയാൾ പറഞ്ഞു, അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. ദേഷ്യം കൊണ്ട് അബൂ മസ്ഊദ് എന്ന ഈ സഹാബിക്ക് ഇത് കേൾക്കാൻ പോലും കഴിയുന്നില്ല. അടി തുടരുക തന്നെയാണ്. അപ്പോഴാണ് ബാക്കിൽ നിന്നൊരു താൽപര്യമാറ്റം കാണുന്നത്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഉടനെ ഇദ്ദേഹം അഊദു ബി റസൂലില്ലാഹ്, നബിയെ രക്ഷിക്കണേ, നബിയോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലിനെ കണ്ടത്. വടി താഴെയിട്ടു, വടി നിർത്തി. നബി അബൂ മസ്ഊദിനെ വിളിച്ചുകൊണ്ട് ധാരാളം ശകാരിച്ചു. ഈ അടിമകളെ ഇങ്ങനെ പ്രഹരിക്കുന്ന സമ്പ്രദായം, ഇതെന്ത് കാടത്തമാണ് ഈ ചെയ്യുന്നത്
എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തെ കുറെ ഉപദേശിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഈ സംഭവത്തെ അട്ടിമറിക്കുകയാണ് ഇവിടെ സമഗ്ര പഠനക്കാരൻ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മൾ നേർക്ക് നേരെയുള്ളൊരു മനുഷ്യനോട് കഴിയാവുന്ന ഒരു കാര്യത്തിന് രക്ഷയും സഹായവും ചോദിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ എതിർക്കപ്പെടുന്ന ഇസ്തിഗാസയല്ല, സഹായത്തേട്ടമല്ല എന്ന് ഈ വിഷയത്തിന്റെ മുഖവരയിൽ തന്നെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം നമ്മളൊന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാർക്കറ്റിലൂടെ, അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വംശക്കാരനും എതിർചേരിയിലെ ഗ്രൂപ്പിൽപ്പെട്ടവനുമായ രണ്ടാളുകൾ തമ്മിൽ അടിപിടി കൂടുന്നു. അന്നേരം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ഈ വ്യക്തിക്കാണ് തല്ലുകൊള്ളുന്നത്. മൂസാ നബിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, فَاسْتَغَاثَهُ الَّذِي مِنْ شِيعَتِهِ عَلَى الَّذِي مِنْ عَدُوِّهِ فَوَكَزَهُ مُوسَى فَاسْتَغَاثَهُ മൂസാ നബിയോട് സഹായം തേടി. അല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവിഹി, മൂസാ നബിയുടെ പാർട്ടിക്കാരനായ വ്യക്തി എതിർചേരിയിലുള്ള തന്റെ ശത്രുവിനെതിരിൽ മൂസാ നബിയോട് സഹായം തേടി. മൂസാ നബി ഈ ശത്രുവിനെ കൊന്നൊരു ഇടിവെച്ചു കൊടുത്തു, അയാൾ അതിൽ മരിക്കുകയും ചെയ്തു. അബദ്ധത്തിൽ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതിലിവിടെ ആർക്കും എതിർപ്പില്ല. നമ്മളൊരു അപകടത്തിൽപ്പെടുകയാണ്, ഒരാൾ നമ്മളെ മർദ്ദിക്കുകയാണ്, അടികൊള്ളുകയാണ്, രക്ഷല്ല. ഉടനെ കാണുന്നൊരു മനുഷ്യനോട് നമ്മൾ എന്ത് പറയും? ഓടി വരണേ, സഹായിക്കണേ എന്ന് പറയും. ഇതിലിവിടെ ആർക്കും തർക്കല്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അബൂ മസ്ഊദ് എന്ന സഹാബി തന്റെ കീഴിലുള്ള അടിമയെ മർദ്ദിക്കുകയാണ്. ഇദ്ദേഹം അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുമ്പോഴൊന്നും അബൂ മസ്ഊദ് ദേഷ്യം കൊണ്ട് ഇത് കേൾക്കുന്നേയില്ല, അടി തുടരുകയാണ്. അന്നേരാണ് ഈ അടിമ നബിയെ കാണുന്നത്. ഇപ്പൊ നബിയെ കണ്ടിട്ടെങ്കിലും ഈ യജമാനൻ തന്നെ അടിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നബി അവിടെ അടുത്തിട്ട് നബിയെ നിങ്ങളോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതാണ് നടന്നിട്ടുള്ള സംഭവം. ഇതിലെവിടെയാണ് മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ്? ഇതിലെവിടെയാണ് സ്ഥലത്തില്ലാത്ത ഒരാളെ ദൂരദേശത്ത് നിന്ന് വിളിക്കാനുള്ള തെളിവ് എവിടെയാണ്? പിന്നെ എന്തിനാണ് ഈ ഗ്രന്ഥകാരൻ ഇതിവിടെ കൊണ്ടുവന്നത്? യാഥാർത്ഥ്യത്തെ അട്ടിമറിക്കാനും ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കാനും വേണ്ടി ക്രൂരമായ വ്യാഖ്യാനമാണ് ഇതിനവർ നൽകിയത്. ഞാനീ പറഞ്ഞ നിലക്കാണ് അതിന്റെ ശരിയായ വസ്തുത എന്ന് ഹദീസിന്റെ ബാക്കി ഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിമിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നടന്ന സംഭവത്തെ പറ്റി പറയാം. അന്നഹു കാന യദ്രിബു ഗുലാമഹു, അദ്ദേഹം തന്റെ അടിമയെ പ്രഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫജഅല യഖൂലു, വേദന കൊണ്ട് പൊളയുന്ന ഈ അടിമ പറയാൻ തുടങ്ങി, അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഖാല ഫജഅല യദ്രിബുഹു, അബൂ മസ്ഊദ് ഇദ്ദേഹത്തെ അടിച്ചുകൊണ്ടേയിരുന്നു. എന്തേ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടും പിന്നെ അടിച്ചുകൊണ്ടിരുന്ന എന്തേ? മുസ്ലിമിൽ തന്നെ അതാ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുവെന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി അതാ പറയുന്നു, ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാര് പറയുന്നു, അഊദു ബില്ലാഹി എന്ന് ഈ അടിമ പറയുന്നത് കേട്ടിട്ടും എന്തേ സഹാബി അടി നിർത്താത്തത്? അള്ളാഹിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് കേട്ടിട്ടും സഹാബി എന്തേ അടി തുടർന്നത്? അതിനെപ്പറ്റി പണ്ഡിതന്മാര് പറയുന്നു, ലഅല്ലഹു ലം യസ്മഅ ഇസ്തിയാദതഹുൽ ഉലാ ലിസിദ്ദത്തി ഗളബിഹി, ഈ സഹാബി ഒരുപക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കില്ല അള്ളാഹുവിനോട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു എന്നെ തല്ലല്ലേ എന്ന് അടിമ പറഞ്ഞ വർത്തമാനം. ലം യസ്മഅ ഇസ്തിയാദതഹുൽ ഉലാ, ഈ ആദ്യത്തെ ഈ സഹായത്തേട്ടമില്ലേ, ഇത് ഈ സഹാബി കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല. എന്ത് കാരണത്താൽ? ലിസിദ്ദത്തി ഗളബിഹി, ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ദേഷ്യത്തിന്റെ കാഠിന്യം കാരണത്താൽ, കോപത്തിന്റെ ആധിക്യം കാരണത്താൽ ഇയാൾ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞൊന്നും മൂപ്പര് കേട്ടിട്ടില്ല. അതായിരിക്കാം. ഏതുപോലെ കമാലം യസ്മഅ നിദാഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിളി പോലും അദ്ദേഹം കേട്ടിട്ടില്ല എന്നതുപോലെ നബി വിളിച്ചു, അതും കേട്ടില്ല. എന്താ കാരണം? ദേഷ്യം കൊണ്ട് അടിക്കുമ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധേ പോവില്ലല്ലോ. അതേപോലെയാണ് സംഭവിച്ചത്. എന്നിട്ട് പറയട്ടെ, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഈ സഹാബി ഇത് കേട്ടിട്ടില്ലാത്ത മട്ടിൽ അടി നടന്നുകൊണ്ടിരുന്നു. അന്നേരം അദാ ഫഖാല അഊദു ബിറസൂലില്ലാഹ്,
അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാനിതാ സഹായം തേടുന്നു. ഉടനെ ഫതറക്കഹു ഇയാളെ വിട്ടു, അടി നിർത്തി. എന്താ അടി നിർത്താൻ കാരണം? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട് എന്ന വർത്തമാനം അല്ലെങ്കിൽ വിശേഷം അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കുന്നത്. ഹദീസിലതാ പ്രത്യേകം പറയുന്നു, ഫസമിഅതു സൗതം മിൻ ഖൽഫി, എന്റെ പിന്നിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. ഇഅലം അബാ മസ്ഊദ്, റസൂലുള്ളാഹി വിളിക്കുകയാണ്. ഇഅലം അബാ മസ്ഊദ്, അല്ലയോ അബൂ മസ്ഊദേ, നീ മനസ്സിലാക്കണം, നീ അറിയണം എന്ന് നബി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഫലം സൗത്തമിനൽ ഗളബി, ദേഷ്യം കാരണത്താൽ ആരാണ് എന്റെ പിന്നിൽ നിന്ന് എന്നെ വിളിച്ച് ഉപദേശിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഫലമാദനാമിന്നി, അങ്ങനെ നബി എന്റെ അടുത്തേക്കങ്ങ് വന്നപ്പോൾ ഇദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേരാണ് റസൂലുള്ളാഹി എനിക്ക് മനസ്സിലായത്. ഫൽസഫത്തു, ഞാൻ തിരിഞ്ഞു നോക്കി. ഫഇദാഹു റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലതാ എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹുവ ഹുർറുൻ ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ ഒരുത്ത ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിനി അടിമയെ ദ്രോഹിക്കില്ല, ഇവനെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്ന് നബിയോടങ്ങ് ഈ സഹാബി മറുപടി പറഞ്ഞു. ആലാ, നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അമാ ലൗ ലം തഫഅൽ, നീ ഇപ്പോൾ ചെയ്ത ഈ പുണ്യകർമ്മമില്ലേ, അഥവാ അയാളെ നീ മോചിപ്പിക്കുക എന്ന കർമ്മം നീ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലലഫഹത്കന്നാർ ഔ ലമസ്തകന്നാർ, നരകത്തിൽ നിന്നെ നക്കി തുടക്കുമായിരുന്നു. അബൂ മസ്ഊദേ, നീ നരകത്തിൽ കിടന്ന് വെന്തെരിയേണ്ടി വരുമായിരുന്നു. അത്ര വലിയൊരു പാപമാണ് നീ ചെയ്തു പോയത്. അതുകൊണ്ട് നീ തൗബ ചെയ്ത് നിന്റെ തൗബയായിരിക്കുന്നു ഈ പ്രവർത്തനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഇതാണ് സംഭവം. അടിങ്ങനെ വല്ലാതെ കിട്ടിയപ്പോ നബീന് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോ നബീനെ വിളിച്ച് പറഞ്ഞാൽ, നബിനെ കണ്ടാൽ ഈ സഹാബി അടി നിർത്തുന്ന ഉറപ്പാണ്. അതുകൊണ്ട് നബിയുടെ ശ്രദ്ധ തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ സഹാബിയുടെ ശ്രദ്ധ തിരിക്കുക, റസൂലുള്ള വരുന്നുണ്ട്. നേതാവിനെ കണ്ടപ്പോൾ, ബഹുമാനിക്കുന്ന ആളെ കണ്ടപ്പോൾ നമ്മൾ വർത്തമാനം ഉറക്കി വെക്കുകയാണെങ്കിൽ പതുക്കെ, കുട്ടിയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെ കണ്ടാൽ അടി നിർത്തും. ആ ഒരവസ്ഥ, ആ ഒരു മാനസികമായ വശമാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഏത് പ്രാഥമിക ബുദ്ധിക്കും മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതല്ല ഇവര് പറയുന്നതിന് രേഖയാവണമെങ്കിൽ എന്ത് വേണം? അഊദു ബി റസൂലില്ല എന്ന് പറഞ്ഞപ്പോ നബി അവിടെ സ്ഥലത്തില്ലാതിരിക്കണം എന്നാ ശരിയാണ്. അബൂ മസ്ഊദ് അടിമയെ അടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഇതാ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ നബി അവിടെ സ്ഥലത്തുണ്ടാവാൻ പാടില്ല. എന്നാൽ വിളിച്ചാൽ കേൾക്കാത്ത ദൂരത്ത് നിന്ന് നബിയെ വിളിച്ചു, നബി കേട്ടു, അതുകൊണ്ട് സഹായം തേടി, അതുകൊണ്ട് സ്ഥലത്തില്ലാത്തവരെയും മരിച്ചവരെയൊക്കെ നമുക്ക് വിളിക്കാന്ന് രേഖയാക്കാമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചതാ, നബി സ്ഥലത്തെത്തിയപ്പോ നേരത്തെ മൂസാ നബിയെ കണ്ടപ്പോ പാർട്ടിക്കാരൻ പറഞ്ഞില്ലേ രക്ഷിക്കണേ, മൂസാ നബി വന്നു, ശത്രുവിന്റെ റെഡിയോ വെച്ചു കൊടുത്തു, അബദ്ധത്തിൽ അയാളങ്ങ് വെച്ചുപോയി. ഈ യാഥാർത്ഥ്യത്തിന്റെ നേരെ ശക്തമായ ക്രൂരമായ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിൽ നിന്ന് തെളിവ് കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ഇതിൽ മരണപ്പെട്ടവരെ വിളിക്കാൻ തെളിവില്ല, സ്ഥലത്തില്ലാത്തൊരു വ്യക്തിയെ വിളിക്കാൻ തെളിവില്ല. ഈ ഹദീസിൽ നിന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാവുന്ന സത്യം ഇതാണ്. ഏത്? നമ്മളെ ഒരാൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമുക്ക് ബന്ധപ്പെട്ട ഒരാൾ സ്ഥലത്തെത്തിയാൽ അയാളെ നമുക്ക് സഹായത്തിന് വിളിക്കാം. നേർക്ക് നേരെ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് അത് മാത്രമാണ്. അതിലപ്പുറമുള്ളതെല്ലാം ദുർവ്യാഖ്യാനമാണ്. ഇവർ പറയുന്ന രൂപത്തിലാണെങ്കിൽ അഊദു ബില്ലാഹ് എന്ന് പറയുന്ന അതേപോലെ തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, കാവൽ തേടുന്നു എന്ന് പറയും പോലെ അഊദു ബി റസൂലില്ലാ എന്നും പറയാനാ അവർ എഴുതിവിട്ടത്. അഊദു ബി റസൂലില്ലാ നമുക്ക് എവിടുന്നും പറയാനാ. എന്ത് പ്രശ്നവും പ്രയാസം ഉണ്ടെങ്കിൽ അഊദു ബില്ലാ എന്ന് പറയില്ലേ, അതേപോലെ അഊദു ബി റസൂലില്ലാ എന്ന് പറയാം. അള്ളാഹിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുടെ റസൂലിനോടും കാവൽ ചോദിക്കുന്നു എന്ന് പറയാം. ഇത് ദുർവ്യാഖ്യാനം. പരിശുദ്ധ ഖുർആൻ എന്താ നമ്മളോട് പറഞ്ഞത്? ഖുൽ അഊദു ബി റബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനെ കൊണ്ട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു. ജനങ്ങളുടെ റബ്ബിനോട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, പ്രഖ്യാപിക്കും മുഹമ്മദേ, അഊദു ഞാനിതാ കാവൽ തേടുന്നു, ബി റബ്ബിൽ ഫലഖി, പുലരിയുടെ റബ്ബിനെ കൊണ്ട്, പ്രഭാതത്തിന്റെ റബ്ബിനെ കൊണ്ട് ഞാനിതാ റബ്ബിനോട് ഞാനിതാ കാവലിനെ ചോദിക്കുന്നു. فإما ينزغنك من الشيطان نزغ فاستعذ بالله, നിനക്ക് ശൈത്താന്റേതായ പൈശാചികമായ വല്ല ബാധയുമേറ്റാൽ
ഫസ്തഇദ് ബില്ലാഹി, നീ അല്ലാഹുവിനോട് രക്ഷ ചോദിച്ചോ. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ഖുർആൻ എല്ലായിടത്തും നമ്മളോട് പറഞ്ഞതെന്താ? പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ? ഫസ്തഇദ് ബില്ലാഹ്, നീ അല്ലാഹുവിനോട് രക്ഷ ചോദിച്ചോ. ഖുർആൻ ഓതാൻ ആരംഭിക്കുമ്പോൾ പോലും ഖുർആൻ പറഞ്ഞു, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഒരുങ്ങുകയാണെങ്കിലും ഫസ്തഇദ് ബില്ലാഹി, നീ അല്ലാഹുവോട് കാവലിനെ ചോദിച്ചോ. മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ഇവർ പറയും പോലെയാണെങ്കിൽ ഇനി നമുക്ക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്നതിന് പകരം എന്ത് പറയാം? ഖുൽ അഊദു ബിർറസൂൽ, അല്ലെങ്കിൽ ഖുൽ അഊദു ബിറസൂൽ ബിന്നബിയ്യി എന്നൊക്കെ നമുക്ക് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയേണ്ടതിന് പകരം അഊദു ബിർറസൂലി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാലും തെറ്റല്ല. എന്താ കാരണം? അതവിടെ അടിമ പറഞ്ഞില്ലേ അഊദു ബില്ലാഹ്, അഊദു ബിർറസൂലില്ല എന്ന് പറഞ്ഞില്ലേ. അഊദു എന്ന് അങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് അല്ലാഹുവിനോട് പറയുന്ന അതേ അർത്ഥം തന്നെ ആ പദത്തിന് വെച്ചു കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ യജമാനനായ, തന്നെ വളർത്തിക്കൊണ്ടുവന്ന ആ മനുഷ്യനായ രാജാവ് അസീസ്, അയാളെപ്പറ്റി ഖുർആനിൽ എന്താ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചത്? ഇന്നഹു റബ്ബീന. ഇന്നഹു റബ്ബി, അയാളെന്ന് വളർത്തിക്കൊണ്ടുവരുന്ന മനുഷ്യനാണ്. എന്നാ പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അസീദിനെ ഇന്നഹു റബ്ബി, അയാളിന്റെ പടച്ചോനാന്ന് പറഞ്ഞു? ഇല്ല. ഓരോ സന്ദർഭത്തിനും അതാതിൻ്റെതായ ആശയങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. അതല്ലാത്തതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്. അപ്പൊ ഈ സംഭവത്തിൽ നേർക്കുനേരെ തന്റെ കൺമുമ്പിൽ കാണുന്ന ഒരാളോട് തന്നെ രക്ഷപ്പെടുത്താനും അടിയന്തര ഘട്ടത്തിൽ തന്നെ സഹായിക്കാനും വേണ്ടിയുള്ള ഒരു നിർദ്ദേശം, ഒരു അപേക്ഷ കൊടുത്തു എന്നതല്ലാതെ സ്ഥലത്തില്ലാത്ത വ്യക്തിയോടോ മരണപ്പെട്ട വ്യക്തിയോടോ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈ സംഭവത്തിൽ യാതൊരു തെളിവുമില്ല. ഉണ്ടെന്ന് വാദിക്കുന്നത് ഇബ്ലീസിന്റെ ദുർവ്യാഖ്യാനം മാത്രമാകുന്നു. ഇനി ഇവർ പറയുന്ന മറ്റു ചില തെളിവുകൾ, പ്രധാനമായും ഉദ്ധരിക്കുന്ന വേറെ ചില തെളിവുകൾ, അതായത് മുഅ്ജിസത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സ്വഹാബിമാർ അതിന്റെ അടിസ്ഥാനത്തിൽ നബിയോട് ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്കും ചോദിക്കാം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ വിശദമായി പറഞ്ഞതാണ്. ഒരൊറ്റ പ്രവാചകനും അല്ലാഹു സുബ്ഹാനഹു വ തആലയും മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അവരുടേതായ കഴിവായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു കാര്യമല്ല. പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒട്ടേറെ മുഅ്ജിസത്തുകൾ, മുഅ്ജിസത്ത് അല്ലാഹുവാണ് അതിന്റെ പ്രവർത്തകൻ, അള്ളയാണ് അത് ചെയ്യുന്നത്. ഒരു പ്രവാചകന്റെ കൈക്കാണത് നടക്കുന്നത് എന്നേയുള്ളൂ. അതാണ് ആ പ്രവാചകൻ അതിലുള്ള പ്രത്യേകതയും. നമ്മളാരും വടി നിൽക്കത്താ പാമ്പാവില്ല. പക്ഷെ മൂസാ നബി വടി നിൽക്കത്തപ്പോ പാമ്പായി. എന്തേ നമ്മളാരും വടി നിൽക്കത്തപ്പോ പാമ്പാവാഞ്ഞത്? അള്ളാഹ് കഴിവില്ലാഞ്ഞിട്ടാ? കഴിവിട്ട്. പക്ഷെ മൂസാ നബി നബിയ. അതന്നെയാണ് മൂസാ നബിയുടെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇതേപോലെ ഓരോ മുഅ്ജിസത്തുകളെയും നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഉദാഹരണമായി ഇവർ പറയുന്ന തെളിവ്, ഹുദൈബിയ്യാ ദിനത്തിൽ 1500 സ്വഹാബിമാർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 വിരലുകൾക്കിടയിലൂടെ ഇങ്ങോട്ട് ഒലിച്ചിറങ്ങി. ഹുദൈബിയയുടെ ദിനത്തിൽ നബിയും സഹാബിമാരും വെള്ളം കിട്ടാതാകെ വിഷമിച്ചു. 1500 സഹാബിമാരുണ്ട്. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, പ്രയാസപ്പെടുകയാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിലേക്ക് തന്റെ കൈയങ്ങ് വെച്ചു. فجعل الماء يغور من بين اصابعه كامثال العيون. അരുവി പോലെ അതാ റസൂലുള്ളാഹിയുടെ 2 വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം അങ്ങനെ തിളച്ച് പൊങ്ങി ഒരത്തേക്ക് വരുന്നു. എന്നിട്ട് സഹാബത്ത് പറയുന്നു, ഫശരിബിനാ വതവല്ലഖിനാ, ഞങ്ങൾ ധാരാളമായി കുടിക്കുകയും ഉദുവെടുക്കുകയും ചെയ്തു. 1500 സഹാബിമാർക്ക് ഉപയോഗിക്കാൻ മാത്രം വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 വിരലുകൾക്കിടയിലൂടെ അങ്ങോട്ട് ഒലിച്ചിറങ്ങി. അരുവി പോലെ, ചെറിയൊരു നീരുറവ പോലെ അങ്ങോട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമം നേരിട്ടാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങനെ ഒരു മുഅ്ജിസത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇതാ അവരുടെ ന്യായം. ഇത് ശരിയല്ല. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു പ്രവാചകന്റെ കൈക്കീഴ് വെളിപ്പെടുന്ന ദൃഷ്ടാന്താണ്. അതാ പ്രവാചകന് എന്നേക്കും അങ്ങോട്ട് തീരെഴുതി കൊടുത്തിരിക്കുകയല്ല. നിങ്ങൾ നോക്കൂ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എപ്പോഴും ഇങ്ങനെ വെള്ളം തന്റെ കൈയിലൂടെ ഒഴുക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ
വെള്ളമില്ലാത്ത എത്രയോ സന്ദർഭങ്ങൾ നബിയുടെയും സഹാബത്തിന്റെയും ജീവിതത്തിൽ കഴിഞ്ഞുപോയില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കൂടെ ഒരു യാത്രയിലായിരിക്കെ ഒരു സ്ഥലത്ത് അവരിങ്ങനെ ഒരു കാരണത്താൽ തമ്പടിക്കേണ്ടി വന്നു. എന്തായിരുന്നു കാരണം? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയങ്ങ് വീണുപോയി. മാല വീണുപോയപ്പോൾ അത് തിരയാൻ വേണ്ടി നബി സഹാബിമാരെ ഏൽപ്പിച്ചു. ഒരു സ്ഥലത്ത് മരുഭൂമിയിൽ ഒരു പ്രദേശത്ത് തമ്പടിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ഒട്ടകക്കൂടാരത്തിൽ ഒട്ടകത്തിന്റെ പുറത്താണിരിക്കുന്നത്. അവരെന്തോ ആവശ്യത്തിന് പുറത്തു പോയി വന്ന് നോക്കുമ്പോൾ മാല കാണുന്നില്ല. എന്തോ ആകട്ടെ, ആ സന്ദർഭത്തിൽ മാല തിരയാൻ വേണ്ടി അവിടെയുള്ള ആളുകളൊക്കെ അവിടെ ഒരുമിച്ചുകൂടി. എല്ലാവരും നാനാഭാഗത്തേക്കും തിരയാൻ പോകുന്നുണ്ട്. പല സ്ഥലത്തേക്ക് പലരും പോയി നടന്ന വഴിയിലൊക്കെ തെരഞ്ഞു നോക്കി. അവർ നടന്ന വഴിയിലൂടെയും എത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ തപ്പി നോക്കി, മാലയില്ല. മണിക്കൂർ കുറെ പിന്നിട്ടു. കയ്യിലുണ്ടായിരുന്ന വെള്ളമെല്ലാം കുടിച്ചു തീർന്നു. ഇനി കുടിക്കാനോ കുളിക്കാനോ ഉദു ചെയ്യാനോ വെള്ളമില്ലാതെ നബിയും സഹാബത്തും കഷ്ടപ്പെടുന്നു. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച ആളുകൾ പരാതി പറയാൻ തുടങ്ങി. ബാപ്പയോട് ആദ്യം പോയി പരാതി പറയുന്നത് സഹാബിമാര്. കണ്ടോ സിദ്ദീഖുൽ അക്ബറെ, നിങ്ങളുടെ മോള് വച്ചിട്ടൊരു പണി കണ്ടില്ലേ? മാല സൂക്ഷിച്ച് കഴുത്തിൽ തന്നെ കൊണ്ടു നടക്കാൻ അറിയുന്നായിരുന്നുവെങ്കിൽ നമ്മളിവിടെ കഷ്ടപ്പെടേണ്ടിയിരുന്നോ ഒരിച്ചു വെള്ളം പോലുമില്ലാതെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും സംഗതി ശരിയാണെന്ന് തോന്നി. ഉടനെ പാഞ്ഞു മകളുടെ അടുത്തേക്ക്. അന്നേരം മകളുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണ്. കുറെ ചീത്ത പറഞ്ഞു ആയിഷയെ. ബാപ്പയാണല്ലോ, ബാപ്പായ നിലക്ക് ഒരുപാട് ഉപദേശിച്ചു. പോരാത്തതിന് ഊരൊക്കെ ഒരു ഇടിയും വെച്ചു കൊടുത്ത് മാല സൂക്ഷിക്കാൻ വയ്യെങ്കിൽ ഇത് അണിയാൻ നിൽക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആ ഇടി എനിക്ക് വല്ലാതെ വേദനിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശിരസ്സന്റെ മടിത്തട്ടിലില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് പുളയുകയെങ്കിലും ചെയ്യുമായിരുന്നു. നബി ഉടരുവോന്ന് പേടിച്ചിട്ട് ഞാൻ അനങ്ങാതെ വേദന സഹിച്ചവിടെ ഇരുന്ന്. ഏതോ ആകട്ടെ അങ്ങനെ സമയം കുറെ നീങ്ങി, വെള്ളമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹുദൈബിയയിൽ അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കഴിവുകളൊക്കെ കിട്ടിയിട്ടുള്ള ഉണ്ടെന്ന് പറയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിരലുകൾ അപ്പോഴും കൂടെ തന്നെയുണ്ട്. ആ വിരലുകൾ നബിയുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ വെള്ളം കിട്ടുന്നുണ്ടോ? എന്തിനാ ഞാനിത് പറഞ്ഞത്? നബിക്കിതിങ്ങനെ എപ്പോഴും ഇഷ്ടം പോലെ കാണിക്കാൻ പറ്റാവുന്ന ഒരു കഴിവാണ്ടായിട്ട് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ നബി വെള്ളമില്ലാത്ത സമയത്തൊക്കെ പേടിക്കേണ്ട, അതാ പാത്രങ്ങൾ കൊണ്ടുവരുക വരല്ലേ എന്നങ്ങനെ ചെയ്തോ? ചെയ്തില്ല. വെള്ളമില്ലാതെ കഷ്ടപ്പെടേണ്ടി വന്ന സന്ദർഭത്തിൽ ആ തയമ്മുമിന്റെ ആയത്ത് അവതരിക്കേണ്ടി വരുന്നു. വെള്ളം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണോ, രോഗികളാണോ, അതല്ലെങ്കിൽ പ്രയാസങ്ങളുണ്ടോ എങ്കിൽ നിങ്ങൾ തയമ്മമൂ സഈദൻ തയ്യിബാ, ശുദ്ധമായ ഭൂമിയുടെ ഉപരിതലത്തിൽ അടിച്ചുകൊണ്ട് നിങ്ങൾ തയമ്മും ചെയ്തേക്കൂ. അവിടെ വെച്ചിട്ടാ തയമ്മുമിന്റെ ആയത്ത് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. തയമ്മുമിന്റെ ആയത്തിറങ്ങാനുള്ള അവതരണ കാരണം ചരിത്രം അതാ. റസൂല് സഹാബിമാര് ഒക്കെ ടീമിലുണ്ടായിട്ടും വെള്ളമല്ല. എന്നിട്ട് നമ്മൾ പറയുന്ന വെള്ളമില്ലെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു കൈ വിട്ടു കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത് നബിയിലൂടെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. നിഷേധിക്കാൻ പാടില്ല, ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം. ഇനിയും നിങ്ങൾ നോക്കൂ, അവർ പറയുന്ന പ്രധാനപ്പെട്ട വേറൊരു തെളിവ്. ഖൈബർ യുദ്ധത്തിൽ സലമത്ത് ബിൻ അക്വഅ എന്ന സഹാബിക്കൊരു മുറിവേറ്റു. എങ്ങനത്തെ മുറിവെന്നോ? വറബാ അസാബത്തിനി യൗമ ഖൈബർ. സലമത്ത് തന്നെ പറയുന്നു, ഖൈബറിന്റെ ദിവസം എനിക്കൊരു വെട്ടേറ്റു. ഫഖാലന്നാസ്, ജനങ്ങളൊക്കെ പറഞ്ഞു, ഉസീബ സലമ, സലമ രസിച്ചിരിക്കുന്നു, ഇനി സലമത്തിന് ആപത്ത് ബാധിച്ചിരിക്കുന്നു, ഇനി രക്ഷയില്ല. സലമത്ത് പറയുന്നു, ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേരം ഞാൻ റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ ചെന്നു. ഫനഫസ ഫീഹി സലാസ നഫസാത്ത്, എന്റെ ആ വെട്ടുകൊണ്ടിട്ടുള്ള മുറിവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 3 പ്രാവശ്യം ഊതി. ഫമസ്തകൈതുഹാ ഹത്തസ്സാ, മരണം വരെ പിന്നെ ഞാൻ അതിന്റെ വേദനയെപ്പറ്റി ആവലാതി പറയേണ്ടി വന്നിട്ടില്ല. ബുഖാരിയിലുള്ള സഹീഹായ ഹദീസാണ്. ആർക്കപ്പതിൽ തർക്കം? എന്നാൽ അതുകൊണ്ട് വെട്ടും മുറിയുമേറ്റാൽ, രോഗം പിടിച്ചാൽ, കയ്യുമലോ കാലുമലോ മുറിവുണ്ടായാൽ, പരിക്ക് പറ്റിയാൽ ഉടനെ യാ റസൂലല്ലാഹ് എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് ഇവർ പറയുന്നത്. അതിന് എവിടെ തെളിവ്? ഒന്നാമതായി ഹദീസിന്റെ പദങ്ങൾ തന്നെ ശ്രദ്ധിക്കും. വെട്ടുകൊണ്ടു, യുദ്ധക്കളത്തുന്ന ഖൈബറിന്റെ ദിവസം വെട്ടുകൊണ്ടു. വെട്ടുകൊണ്ടപ്പോൾ ആള് നബിയുടെ സമീപത്തല്ല, ദൂരെയാണ്. എന്നാ ദൂരെന്ന് വിളിക്കില്ലയ്യ. ഈ വെട്ടും കൊണ്ട് മുറിവും കൊണ്ട് നബിയുടെ അടുത്തേക്ക് തന്നെ എന്തിനാ പ്രയാസപ്പെട്ട് നടന്നു വന്നത്? ഹദീസിൽ അങ്ങനല്ലേ നടന്നു വന്നു ഉണ്ട്.
ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിയുടെ സന്നിധിയിലേക്ക് അങ്ങ് ചെന്നു. വന്നിട്ടാണ് പറഞ്ഞത്, നബിയെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാ എന്താ? അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്നാ അതിന്റെ ഉദ്ദേശം. ഫനഫസ ഫീഹി സലാസ നഫസാത്ത്, നബി അതിൽ ഊതിയപ്പോൾ ആ രോഗം അള്ളാഹു ശിഫയാക്കി. ഇവിടെ ഊത്ത് എന്നുള്ള പ്രവർത്തനം ആര് നടത്തിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രോഗം ശമിപ്പിച്ചതും മുറിവ് ഉണക്കിയതും ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബുൽ ആലമീനെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ പ്രത്യേകം പറഞ്ഞു, ഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്നവൻ അവൻ മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലങ്ങ് ഊതി. എന്നാ ഞാൻ നിങ്ങൾ ഊതിയാ എന്താ മുറിവ് മാറാത്ത്? ഞാൻ നിങ്ങൾ നബിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഊതിയപ്പോൾ ഊത്ത് എന്ന പ്രവർത്തനമാണ് റസൂൽ ചെയ്തത്. മുറിവുണക്കുക എന്ന പ്രവർത്തനം ചെയ്തത് റബ്ബാണ്. അതല്ല, നബിക്ക് എല്ലാ കാലത്തും എല്ലാവരുടെയും മുറിവുണക്കാൻ കഴിവ് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നാണോ മറുപക്ഷത്തിന്റെ വാദം? എങ്കിൽ അവർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കാണേണ്ടതുണ്ട്. എന്താണ് ആ ചോദ്യങ്ങൾ? ചില സംശയങ്ങൾക്ക് ഒരു മറുപടി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നബിക്കും സഹാബിമാർക്കൊക്കെ ഒരുപാട് തവണ മുറിവ് പറ്റിയിട്ടില്ലേ? നബിയുടെ ജീവിതം തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശത്രുവിന്റെ പടച്ചട്ട തന്റെ പല്ലിൽ കൊണ്ടു, പല്ലാണ് കൊഴിഞ്ഞുപോയി. നെറ്റിത്തടത്തിൽ നിന്ന് ഒരു പടക്കി കൊണ്ടുകൊണ്ട് പടച്ചട്ടയുടെ ഒരു ചങ്ങലയുടെ ഒരു കണ്ണി നെറ്റിയിലേക്ക് ആഴ്ന്നിറങ്ങി. വലിച്ചെടുത്ത ഒരു സഹാബിയുടെ 2 പല്ല് പൊട്ടിപ്പോയി. കടിച്ച് പറിച്ചെടുത്ത സഹാബിയുടെ 2 പല്ല് തെറിച്ചു പോകാൻ മാത്രം വലിയ ഒരു ചങ്ങലയുടെ കണ്ണി, പടച്ചട്ടയുടെ ഒരു കണ്ണി പ്രവാചകന്റെ നെറ്റിയിൽ ആഴ്ന്നിറങ്ങി. ബ്ലഡ് ഇങ്ങനെ ധാരധാരയായി ഒഴുകുന്നു. എന്താ സംഭവിച്ചത്? സഹാബിമാരൊക്കെ പഠിച്ച പണി 18 അടവും നോക്കി. പലരും തുണി കൊണ്ട് ഒപ്പിയെടുത്ത് നോക്കുന്നു, ബ്ലഡ് നിൽക്കുന്നില്ല. എന്തേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ അവിടെ കൂടെയില്ലേ? സലമത്തിന്റെ മുറിവിൽ ഊതിയ അതേ ഊത്ത് നാവ് അവിടെയില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒന്നിങ്ങോട്ട് തുപ്പുനീരാക്കിയിട്ട് ഒന്ന് തടവിക്കൂടായിരുന്നോ? ബ്ലഡ് നിന്നില്ല. അവസാനം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വരികയും ഈത്തപ്പനയോല കൊണ്ട് നീരുണ്ടാക്കിയിട്ടുള്ള പായ തീയിലിട്ട് കരിച്ച് അതിന്റെ വെണ്ണീര് മുറിവിൽ പമർത്തി പൊത്തിപ്പിടിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് ബ്ലഡിന്റെ ഒഴുക്ക് നിലച്ചത് എന്നതാ വ്യക്തമായി സഹിഹായ ഹദീസുകളിൽ കാണുന്നു. ചരിത്രം എടുത്തു നോക്കൂ, അവിടെ കാണാൻ സാധിക്കും. എന്തേ? നബിക്ക് മുറിവണക്കുക എന്നുള്ള കഴിവ് മുമ്പേ വിട്ടുകൊടുത്തിരിക്കുന്നു. എപ്പോഴും അതിന് നബിക്ക് കഴിവുണ്ടെന്നാണെങ്കിൽ എന്നാ ഇത് ചെയ്യണ്ടേ? ചെയ്തില്ല. എത്രയോ സഹാബിമാരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ? നബിയും സഹാബിമാരും കൂടെ ഒരു യുദ്ധത്തിന് പോകുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ സഹാബിമാരിങ്ങനെ ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. ദീർഘദൂര യാത്രയാണ്. നടന്ന് 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 കാലിന്റെ മടമ്പെല്ലാം തൊലി പോയി. ഹദീസിൽ കാണാം, ബുഖാരിയിൽ കാണാം. മടമ്പെന്നടക്കം തൊലി നീങ്ങി. നടന്ന് നടന്ന് കാലിന്റെ വിരലുകളെല്ലാം പോകാൻ മാത്രം അവർ നടക്കുന്നു. പാറക്കല്ലൊക്കെ വെച്ച് കുത്തിയിട്ടേ സഹാബിമാരുടെ കാലിൽ നിന്നൊക്കെ ബ്ലഡ് ധാരധാരയായി ഒഴുകുകയാണ്. നഖമൊക്കെ പോയി. അവരുടെ കയ്യിൽ മരുന്നുണ്ടോ? ഇല്ല. നബിയെ രക്ഷിക്കണേന്ന് ഒരു വഴിയിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ? ഇല്ല. തുണി വെച്ച് കെട്ടി. ഒരുപാട് സഹാബിമാരുടെ കാലിന്മേൽ തുണി കൊണ്ട് ഇങ്ങനെ ചുറ്റിയതുകൊണ്ട് ആ യുദ്ധത്തിന് ഒരു പ്രത്യേക പേരുണ്ട് ചരിത്രത്തിൽ. എന്താ? ഗസ്വത്തു ദാത്തുർ റുഖാൾ. ദാത്തുർ റുഖാൾ എന്ന് പറഞ്ഞാൽ തുണിശീല കഷ്ണങ്ങളുള്ള യുദ്ധം എന്നാണ്. എന്താ കാരണം? അത്രമാത്രം കാലുമ്മൽ, സഹാബിമാരുടെ കാലുമ്മൽ ശീല കൊണ്ട് മുറിവ് കെട്ടിയിരിക്കുകയാണ്. എന്തേ? ഇവരുടെ പേരെ വിളിച്ച് പ്രാർത്ഥിച്ചോ? ഔലിയാക്കളില്ലേ ആ ടീമിൽ? എല്ലാവരും ഔലിയാക്കളല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ ആരാ ഔലിയാക്കന്മാരല്ലാത്തവരുള്ളത്? ഉണങ്ങിയോ? അവർ വിളിച്ച് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട മറ്റൊരു ശിഷ്യൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, ഖന്തഖിന്റെ ദിവസം അദ്ദേഹത്തിന്റെ തൊടയലിൽ ഒരു കനത്ത ഒട്ടേറ്റു. فضرب النبي صلى الله عليه وسلم خيمة في المسجد ليعوده من قريب. ഇടയ്ക്കിടെ സഅദിനെ പോയി ഒന്ന് സന്ദർശിക്കാമല്ലോ എന്ന നിലക്ക് പള്ളിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ചെറിയ മറവ് വെച്ച് കെട്ടിക്കൊടുത്തു. ഒരു ടെന്റ് ഉണ്ടാക്കി കൊടുത്തു, ചെറിയൊരു കൂടാരം അദ്ദേഹത്തിന് കിടക്കാൻ മാത്രം. രോഗിയെ ഇടയ്ക്ക് പോയി കാണുകയും ചെയ്യാ റസൂലുള്ളാഹിയുടെ സൗകര്യാർത്ഥം പള്ളിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു ടെന്റ്, ഒരു കൂടാരം സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. കനത്ത മുറിവാണ് ഏറ്റിട്ടുള്ളത് ഖന്തഖിൽ ദിവസം.
കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാ പള്ളിയിലിരിക്കുന്ന ആളുകൾ കാണുന്നു, പള്ളിയിലേക്ക് ഇല്ലദ്ദം യസീരു ഇലയും, പള്ളിയിലേക്ക് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുന്നു, എന്റെ നിന്ന് ഇങ്ങനെ ചോര വലിച്ചിറങ്ങി. ഫഖാലു, അന്നേരം അവർ വിളിച്ചു ചോദിച്ചു, യാ അഹ്ലൽ ഖൈമ മാ ഹാദല്ലദീ യഅതീനാ മിൻ ഖിബലികും, അല്ലയോ ആ ടെന്റിൽ താമസിക്കുന്ന ആളുകളെ, എന്താണ് അവിടുന്ന് ഇങ്ങോട്ട് ബ്ലഡ് ഇങ്ങനെ വലിച്ചിറങ്ങുന്നത്? എന്താ അവിടെ വിശേഷം? എന്താ സംഭവിച്ചത്? അന്നേരം ഇദാ സഅദ യഖ്ദു ജുർഹു ദമൻ കമാത ഫീഹാ, പോയി നോക്കുമ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിവ് പൊട്ടിയിരിക്കുകയാണ്, മുറിവ് അധികമായിരിക്കുകയാണ്. ഫമാത ഫീഹാ, ആ ബ്ലഡാണ് ഒന്നിച്ചൊഴുകുന്നത്. ഫമാത ഫീഹാ, അദ്ദേഹം ആ അസുഖത്തിലായിക്കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തു. പ്രവാചകന്റെ പള്ളിയിൽ ശുശ്രൂഷിക്കാൻ കിടത്തിയിരിക്കുന്നു. റസൂലുള്ള അവിടെ 5 നേരം ഇമാമത്ത് നിൽക്കുന്നുണ്ട്, പോയി കാണുന്നുണ്ട്. സലമത്തിന്റെ മുറിവിൽ ഊതിയ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദിന്റെ മുറിവിൽ ഊതിയില്ല, അല്ലെങ്കിൽ മുറിവ് ഉണക്കിയില്ല. എന്തേ കാരണം? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് കൊണ്ടൊരു പ്രവാചകൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് ചെയ്യുക. അതല്ലാതെ മുറിവ് ഉണക്കാനോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാനോ ഉള്ള കഴിവ്, അള്ളാഹുവിന്റെ ആ കഴിവ് ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ഒരൊറ്റ പ്രവാചകനും അള്ളാഹു തആല വിട്ടുകൊടുത്തിട്ടില്ല. അത് അള്ളാഹുടെ കഴിവായി തന്നെ നിലനിൽക്കും. അതല്ല നബിക്ക് ഇങ്ങനെ കഴിവ് വിട്ടുകൊടുത്തു എന്നാണ് വാദമെങ്കിൽ എന്തിനെ നബി പച്ചവെള്ളം കാണിക്കുന്നത്? സലമത്തിന്റെ മുറിയിൽ ഊതാമെന്നും സഅദ് ഇബ്നു മുആദിന്റെ മുറിവിൽ ഊതിക്കൂടാമെന്നും അങ്ങനെയില്ല. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമായി വസ്തുനിഷ്ഠമായി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇതിലൊന്നും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവുകളില്ല. മുഅ്ജിസത്തുകളൊന്നും എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ നിലക്കുള്ള അട്ടിമറി നടത്തുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് പാടുള്ളതുമല്ല. അതേപോലെ തന്നെ പിന്നെയും അവർ ഉദ്ധരിക്കുന്ന ഒരുപാട് വാറോലകളുണ്ട്. വാറോല എന്ന് പറയാൻ കാരണം ഇനി യാതൊരു അഡ്രസ്സും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ സഹിയായ ഹദീസുകൾ എടുത്തിട്ട് ദുർവ്യാഖ്യാനിക്കുന്നതാണ്. ഇനി പറയുന്ന തെളിവുകളോ നബി അത് പറഞ്ഞിട്ടെന്നല്ല, നബിയുടെ പേരിൽ വെച്ച് കെട്ടിയതാണ്. അതിൽ പറയുന്ന ഒരു ഹദീസാണെന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആരുടെയെങ്കിലും മൃഗം വഴിയിൽ വെച്ചങ്ങോട്ട് കുതറി രക്ഷപ്പെട്ടാൽ ഉടനെ നിങ്ങൾ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ പിടിച്ചു കെട്ടി എന്ന് വിളിച്ചു പറയാം. അങ്ങനെ വിളിച്ചു പറയണമെന്ന് ഹദീസിലുണ്ട്. അപ്പൊ പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാപ്പ എന്തെങ്കിലും ഒരു തെളിവ് അതിലുണ്ടോ? നമ്മളിങ്ങനെ ഒരു പശുവിനെയും കയറിട്ട് ഇങ്ങനെ പോവുക, നമ്മളെ കയ്യിൽ നിന്ന് പശുവാണ് കുതിരി ഓടി. അപ്പോഴാണ് ഒരു മഴമതാക്ക അവിടെ നിന്ന് ഇങ്ങനെ മഴമാക്ക ആ പശുവിനെ പിടിക്കണേ എന്ന് പറയുന്നത്. ഇതിനെന്താ തെളിവ്? ഇതിനെന്താ കുഴപ്പം? മൃഗം കുതിരി ഓടിയാൽ അവിടെ മുന്നിൽ കാണുന്ന അതിനൊന്ന് പിടിക്കണേ, അതിനൊന്ന് പിടിക്കണേ എന്ന് പറയാം. അയാൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ പിടിക്കും, ഇല്ലെങ്കിൽ അയാൾ പിടിക്കൂല. ഇതും മരിച്ചവരെ വിളിക്കലും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? യാതൊരു തെളിവുമില്ലാത്തവന് കിട്ടുന്ന അവസാനത്തെ തുരുമ്പുകൾ അതൊക്കെ. പിന്നെ പറയുന്നത് ഇതാഴിയത്തുക്ക് മുല്ലുമൂർ, നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായാൽ ഫഅലൈക്കും ബിഅഹ്ലിൽ ഖുബൂർ, ഖബറാളികളെ വിളിച്ച് തേടിക്കൊള്ളിന്ന് റസൂലുള്ള പറഞ്ഞു. ഔ ഫസ്തഗീസു ബിഅഹ്ലിൽ ഖുബൂരി, അല്ലെങ്കിൽ ഖബറാളികളെ വിളിച്ച് സഹായം തേടിക്കോളൂ എന്ന് റസൂലുള്ള പറഞ്ഞു. അത്രേ. ഇതൊക്കെ ആശ്രയമേ പറയാൻ പറ്റുള്ളൂ. ഇല്ലേ, ഇല്ലാത്ത കാര്യത്തിന് ആശ്രയം എന്നല്ലേ പറയാം. കമ്മട്ടം കണക്ക് പറയില്ലേ? ഉണ്ടായിക്കൂടെ, കൊടുത്തൂടെ, ഉണ്ടാകാം, ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്നൊക്കെയാണ്. ഇസ്ലാമിന്റെ കാര്യങ്ങൾക്ക് അങ്ങനെയല്ല. ഇസ്ലാമിന്റെ കാര്യം വളരെ കണിശ. വിശ്വാസ കാര്യങ്ങളിൽ വന്നു പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഊഹം പറ്റില്ല. ഇതും വാറോലയാണ്. യാതൊരു തെളിവുമില്ല. എന്ത് കള്ള ഹദീസാണ്. ഇതിനെ നമ്മൾ തെളിവ് പറയും? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതല്ല, ഖബറാളികളോട് വിളിച്ച് തേടാൻ വേണ്ടി റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വഹാബിമാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കുടൽമാല വന്നിട്ട് കഴുത്തിൽ കയറി. ഇനി അതിനേക്കാണ് പ്രയാസം എന്താ റസൂലുള്ളാഹിക്ക്? നബി അപ്പൊ അവിടെ ഉള്ള ഏതെങ്കിലും ഖബറുകളെ വിളിച്ചു തേടിയോ? ആരാ സഹായിച്ചത്? ഖബറാളികളാ സഹായിച്ചത്. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മർദ്ദിക്കപ്പെട്ട നേരത്ത് സഹായിച്ചത് ആരാ? സഹായം തേടിയതാരോട്? ആരാണ് അദ്ദേഹത്തെ വന്ന് സഹായിച്ചത്? ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മരിച്ചു കിടക്കുകയാണ്. ജനാസ, ആ മൃതശരീരം മണ്ണിനടിയിലേക്ക് താഴ്ത്തിയിട്ടില്ല. സഹാബിമാർ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എന്താ പ്രതിസന്ധി? ആരാവണം രാജ്യത്തിന്റെ ഖലീഫ? രൂക്ഷമായ വാഗ്വാദങ്ങൾ നടക്കുന്നു ഒരു പന്തലിന്റെ ചോട്ടിൽ വെച്ചുകൊണ്ട്. മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്താവുന്നത്ര തർക്കം മൂത്തിരിക്കുന്നു. ആരായിരിക്കണം ഖലീഫ? ആരായിരിക്കണം ഖലീഫ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ജഡം മണ്ണിലേക്ക് ആഴ്ത്തിയിട്ടില്ലാതെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ചോദിച്ചോ,
ഏതെങ്കിലും ഒരു സഹാബി പോയിട്ട് ചോദിച്ചോ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണിതാ, വഴക്ക് രൂക്ഷമായിരിക്കുന്നു, തർക്കം മൂത്തിരിക്കുന്നു, അങ്ങന്ന് സംസാരിക്കുന്നില്ലെങ്കിലും ഇതാ ഞങ്ങൾ കുറെ ആളുകൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നു, ആരായിരിക്കണം ഖലീഫയെങ്കിൽ അങ്ങയുടെ വിരൽ കൊണ്ടൊന്ന് ആംഗ്യം കാണിക്കുകയെങ്കിലും ചെയ്യണേ എന്ന് പറഞ്ഞോ. നബി ചെയ്തോ? ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായി. നബിക്കൊന്നാ വിരലൊന്ന് കിടക്കിക്കൂടായിരുന്നു. വെളിയങ്കോട്ടും മറുകാതി പോയിട്ട് പദ്യം ചൊല്ലിയപ്പോ റൗദന്റെ വാതിലിങ്ങോട്ട് പൊട്ടിത്തെറിച്ച് കൈകൊണ്ട് നീട്ടിക്കൊടുത്തില്ലേ നബി? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? കൈകൊണ്ട് നീട്ടിക്കൊടുത്തതാണ്. മറുകാതി മുസാഫായ ചെയ്ത് മുത്തിയപ്പോ കൈയുടെ ഉള്ളിൽ തന്നെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മയ്യത്ത് ഇവിടെ ഖബറിലേക്ക് ആഴ്ത്തിയിട്ടില്ല. വഴക്ക് രൂക്ഷമാണ്. തന്റെ അനുയായികൾക്കിടയിൽ ഭിന്നിപ്പ് രൂക്ഷമായിരിക്കുന്നു. നിങ്ങൾ ഭിന്നിക്കൊന്നും വേണ്ട കൂട്ടരെ, ആ നിൽക്കണം എന്റെ അബൂബക്കർ ആക്കിൻ ഖലീഫാൻ ഒന്നാണ്. ആ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ ചൂണ്ടിയപ്പോലെ ചൂണ്ടിയോ? ചൂണ്ടിയില്ല. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായി. റസൂലുള്ളാഹിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലേ? സഹാബിമാർക്കുണ്ടായില്ലേ? സഹാബിയും സഹാബിമാരും തമ്മിൽ ഏറ്റുമുട്ടിയില്ലേ? ജമൽ യുദ്ധം നടന്നില്ലേ? സിഫീൻ യുദ്ധം നടന്നില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്ന റൂമിൽ തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ളത്? നിങ്ങൾക്ക് പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടായാൽ ഖബറാളികളെ വിളിച്ച് തേടിക്കോളൂ എന്ന് മുത്തുനബി എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നാമതായി പ്രാപ്തിയിൽ ഫലത്തിൽ വരുത്തേണ്ടിയിരുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയല്ലേ? യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നില്ലേ? അലി റളിയല്ലാഹു തആല അൻഹുവിനെതിരെയുള്ള ചില പ്രശ്നത്തിൽ ജമൽ യുദ്ധത്തിൽ ആയിഷ ബീവി ഭാഗവാക്കായി വന്നില്ലേ? അത്തരം വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ സഹാബിമാരും തമ്മിലുള്ള തർക്കം പോലും ഉണ്ടായിട്ട് തന്റെ സ്വന്തം റൂമിന്റെ തൊട്ടടുത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നുകൊണ്ട് നബിയെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സഹായിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആയിഷ ബീവിയെങ്കിലും തേടിയോ? വിളിച്ചു പ്രാർത്ഥിച്ചോ? സഹായം ചോദിച്ചോ? പരിഹാരത്തിന് തേടിയോ? തേടിയിട്ടില്ല. ഉണ്ടെങ്കിൽ അതാ കൊണ്ടുവരേണ്ടത്. ഇലാ യൗമിൽ ഖിയാമ അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിക്കൂല. നമ്മൾ അഹങ്കാരം പറയല്ല, ഇസ്ലാമികമായി ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള ആ പ്രഖ്യാപനമാണ്. സാധ്യമല്ല. എല്ലാം കഴിഞ്ഞു, എല്ലാ തെളിവുകളും കഴിഞ്ഞപ്പോ പിന്നെ അവസാനം പറയണത് എന്താ? ദുനിയാവിലുള്ള എല്ലാ തെളിവും കഴിഞ്ഞു, ഇനിയിപ്പോ ഇസ്തിഗാസക്ക് തെളിവായിട്ട് നിങ്ങളത് പരലോകത്തുക. എന്താ? എല്ലാവരും മരിച്ചങ്ങ് പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഹദീസിലതാ കാണുന്നു. മുജാഹിദീങ്ങളെ, ഹദീസ് ഒന്ന് പരിശോധിച്ച് നോക്ക്. വഹാബി എന്താ കാണുന്നത്? ജനങ്ങളെല്ലാം ആദം നബിയോട് ഇസ്തിഗാസ നടത്തുന്നു. ആദം നബിയെ വിളിച്ച് സഹായം തേടുന്നു. ഹദീസിലില്ലേ? ഉണ്ട്. പഠിച്ചു വെച്ചോ. എന്താ ഇതിന്റെ വ്യാഖ്യാനം ആദ്യം മനസ്സിലാക്കണം. ഞാൻ കേൾക്കുമ്പോൾ കാണ്ട് ഓടിയാ പോരാ. എന്താണ് സംഭവം? ജനങ്ങളെല്ലാം നാളെ പരലോകത്തിങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അള്ള വിചാരണയ്ക്ക് വേണ്ടി കോടതി വിളിച്ചിട്ടില്ല. ന്യായാധിപനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ കോർട്ടിൽ ഹാജരായിട്ടില്ല. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ജനകോടികളുടെ അവസാനത്തെ കണ്ണിയിൽപ്പെട്ട മനുഷ്യൻ വരെയുള്ളവരെല്ലാം മഹ്ശറിൽ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു. പ്രയാസം കൊണ്ട് വിഷമിക്കുകയാണ്. സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കുന്നു, ഉയർത്തൊലിക്കുകയാണ്. അന്നേരം ജനങ്ങളൊക്കെ കൂടി പോകുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോയിട്ട് പറയുന്നു, അല്ലയോ പ്രവാചകരെ, ഞങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി റബ്ബിനോടൊന്ന് പറയണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്നെ കൊണ്ട് സാധ്യമല്ല, ഞാൻ തന്നെയും എന്റെ പ്രശ്നത്തിൽ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. നിങ്ങൾ നൂഹിനെ സമീപിച്ചു നോക്കൂ. നൂഹ് നബിയോട് ചോദിക്കുന്നു. ശഫാഅത്തിന്റെ ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. നൂഹ് നബിയും അതേ വർത്തമാനം തന്നെ പറയുന്നു. ഇബ്രാഹിം നബിയിലേക്ക് ചൂണ്ടുന്നു. ഇബ്രാഹിം നബിയും ഒഴിഞ്ഞു മാറിക്കൊണ്ട് മൂസായിലേക്ക് ചൂണ്ടുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബിയെ ചൂണ്ടുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ ചൂണ്ടുമ്പോൾ ജനങ്ങളെല്ലാം റസൂലുള്ളാഹിയുടെ മുമ്പിൽ പോയിട്ട്, നബിയെ നിങ്ങളൊന്ന് റബ്ബിനോട് ശുപാർശ പറയണം, ഒന്ന് റെക്കമെൻഡ് നടത്തണം, ഒന്ന് വിചാരണക്കെടുക്കാൻ. അന്നേരം മറ്റുള്ള പ്രവാചകന്മാർ ഒഴിഞ്ഞു മാറും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞു മാറുന്നില്ല. തന്റെ ഉമ്മത്തിന്റെ ഈ ജനങ്ങളുടെ അപേക്ഷയങ്ങ് കേൾക്കുമ്പോൾ അനലഹ, ഞാൻ അതിന് നോക്കാം, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്നൊരു തൃപ്തികരമായ സമാധാനത്തിന്റെ മറുപടി എന്ന് പറയുകയും നേരെ റബ്ബിന്റെ ദർബാറിലേക്ക് കയറി ചെന്നിട്ട് റബ്ബെ അവരെ വിചാരണക്കെടുക്കണമെന്ന് പറയല്ല. അവിടെ പോയി അല്ലാഹുവിന്റെ അർശിന്റെ മുമ്പിൽ, അവന്റെ മുമ്പിൽ ഒരുപാട് കാലത്തോളം സുജൂദിൽ കിടക്കുന്നു. ചോദിക്കാൻ ധൈര്യമില്ല. അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്റും ചൊല്ലിക്കൊണ്ട് നബി അങ്ങനെ സുജൂദിൽ കിടക്കുന്നു. കുറെ കാലം അങ്ങ് കഴിയുമ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നു, യാ മുഹമ്മദ് മുഹമ്മദേ തല ഉയർത്തിക്കോ,
ചോദിച്ചോ നിനക്ക് തരാം, റെക്കമെന്റ് നടത്തിക്കോ, നിന്റെ റെക്കമെന്റ് സ്വീകരിക്കാം എന്ന് റബ്ബുൽ ആലമീൻ അങ്ങ് ഓർഡർ പറയുമ്പോൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റബ്ബേ ഈ നിൽക്കുന്ന ജനകോടികളെ നീ ഒന്ന് വിചാരണക്കെടുക്കണേ. ഇതാണ് റസൂലുള്ളാഹിയുടെ ശഫാഅത്തുൽ കുബ്ര, ഏറ്റവും വലിയ ശഫാഅത്ത്. അപ്പൊ ഈ നബിമാരെ ഇങ്ങനെ സമീപിക്കണ, ഈ അവരെ വിളിച്ചിട്ട് അവരോട് പോയിട്ട് ഈ കാര്യം പറഞ്ഞതിനെ പറ്റിയാണ് എന്ത് പറഞ്ഞത്, അമ്പിയാക്കന്മാരോട് ഇസ്തിഗാസ നടത്തിയ ഹദീസിലില്ലേ. അപ്പോ നബിമാരെയൊക്കെ നാളെ മരിച്ചു എന്നിട്ട് പരലോകത്ത് നമ്മൾ നബിമാരുടെയൊക്കെ അടുത്ത് പോയിട്ട് സഹായം തേടുന്നത് കൊണ്ട് നമുക്ക് അവരെ ഇവിടെ വെച്ചും വിളിക്കാം. ഇതാണ് പറയുന്നത്. ഇതിലെന്ത് തെളിവാണ്? നേർക്ക് നേരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ ഇവര്. പരലോകത്തെത്തിയാൽ ആദം നബിയും ജീവനോടുകൂടെ മുമ്പിലുണ്ട്, ചോദിക്കുന്ന ആൾക്കാരും ജീവനോടെ മുമ്പിലുണ്ട്. ഇതിലാർക്കാ തർക്കം? ആർക്കും ഒരു തർക്കമില്ലാത്ത ഇസ്തിഗാസയല്ലേ ഇത്. ഇവിടെ മരിച്ചോലാരാ? ആരാ? ജീവിച്ചിരിക്കുന്നവർ. ആദം നബി മരിച്ചെടുക്കാണ് പരലോകത്ത് ഖബറിൽ, ചോദിക്കുന്നോ ജീവിച്ചിരിക്കുന്നവൻ ഒന്നാ തെളിവാ ആണോ? അല്ല, ആദം നബിയും ഹയാത്തോടുകൂടെ പരലോകത്തുണ്ട്, ചോദിക്കുന്ന വ്യക്തിയും ഹയാത്തോടുകൂടെ തന്നെ മഹ്ശറയിലുണ്ട്. യാതൊരു തെളിവും ഇതിലില്ല. അതിൽ യാതൊരു തെളിവും നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ എന്തേ? ഒരാളോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കുക, നേർക്ക് നേരെ പറയാൻ ധൈര്യമില്ല. അത് ഈ ലോകത്ത് നടക്കുന്നില്ലേ? ഉസാമയെ കൊണ്ട് പറയിച്ചില്ലേ സഹാബിമാര്? എന്ത്? മഖ്സൂം ഗോത്രക്കാരിയായ പെണ്ണ് മോഷണം നടത്തിയപ്പോൾ കൈ വെട്ടിമുറിക്കാൻ വേണ്ടി റസൂലുള്ള വിധി പുറപ്പെടുവിച്ചു. കൈ മുറിക്കണം. സഹാബിമാർക്ക്, ചില ആൾക്കാർക്ക്, കുടുംബത്തിലെ ചില ആൾക്കാർക്കൊക്കെ മഖ്സൂം ഗോത്രക്കാരിയുടെ കൈ മുറിഞ്ഞു പോയാൽ അത് അപമാനമാണ്, അതുകൊണ്ട് ശിക്ഷയൊന്ന് ഇളവ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി നബിയോട് പറയാൻ പലരും തീരുമാനിച്ചു. നേർക്ക് നേരെ പറയാൻ ധൈര്യമില്ല. അപ്പൊ അവരൊരാളെ ചട്ടം കെട്ടി, ഉസാമത്തിനെ, വളർത്തുപുത്രന്റെ മകനെ ഉസാമത്തിനെ ചട്ടം കെട്ടിച്ചു. ഉസാമത്തിനോട് പറഞ്ഞു നബിയോടൊന്ന് റെക്കമെന്റ് ചെയ്യണം, എന്ത്? ശിക്ഷയൊന്ന് ഇളവ് ചെയ്യാൻ. ദുന്യാവിൽ നടന്നൊരു ശുപാർശയുടെ ഉദാഹരണമാണ് ഇതെന്നെ പരലോകത്ത് നടക്കുന്നത്. അള്ളാഹുവിനോട് നേർക്ക് നേരെ പറയാൻ ധൈര്യമില്ല, അതുകൊണ്ട് പറഞ്ഞു നോക്കുക നബിയോട് അല്ലെങ്കിൽ നബിമാരോട്, നിങ്ങളൊന്ന് അള്ളാഹിനോട് ഇക്കാര്യം ഒന്ന് പറയണം. ജീവിച്ചിരിക്കുന്ന ആൾക്കാർ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ശുപാർശല്ലേ, അത് തന്നെ ഇതിലും. മരിച്ചവരോടല്ല, സ്ഥലത്തില്ലാത്തവരോടല്ല. ഇതിലൊന്നും യാതൊരു തെളിവും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇതിലുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ലോകത്ത് നിരത്തിയ തെളിവുകളും ഈ ആഖിറത്തിൽ നിരത്തിയ തെളിവുകളും ഒന്നും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവുകളല്ല, എല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ശുദ്ധമായ തൗഹീദ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ പ്രാർത്ഥിക്കൂ, അവരിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന പ്രഖ്യാപനം. അതാണ് ഇസ്ലാമികമായി ശരിയായ വീക്ഷണം. അതാണ്. അതിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ള എല്ലാ ദുർവ്യാഖ്യാനങ്ങളെയും ജാഗ്രതയോടുകൂടെ മനസ്സിലാക്കുകയും പഠിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന ഏകദൈവ വിശ്വാസികളിൽ പെടാൻ വേണ്ടി നാം പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്നലക്ക് തന്നെ മരിച്ചു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഗഫൂർ റഹീമായ തമ്പുരാൻ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. السلام عليكم.